16-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടം. അന്ന് തിരുവിതാംകൂറിന്റെ സൈനിക ചുമതല മാളിക വീട്ടിൽ പ്രമുഖൻ രാമനമടം പിള്ളയ്ക്കായിരുന്നു. ചതിയിലൂടെയും വഞ്ചനയിലൂടെയും രാജഭരണം കൈക്കലാക്കാൻ പിള്ള നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലം. ഒരിക്കൽ രാജാവിനെ വധിക്കാൻ പിള്ളയും കൂട്ടരും പദ്ധതിയിട്ടു. ഈ രഹസ്യം രാജാവിന് ചോർത്തിക്കൊടുക്കാൻ ശ്രമിച്ച പിള്ളയുടെ വിശ്വസ്തൻ കയ്യോടെ പിടിക്കപ്പെട്ടു. ഇതറിഞ്ഞ രാമനമടം പിള്ള പിടിച്ചു കെട്ടിക്കൊണ്ട് വാ എന്റെ മുന്നിൽ അവനെ. തിരുവിതാംകൂറിലെ സൈന്യാധിപനാണ് ഞാൻ. എന്നെ ചതിച്ച് രക്ഷപ്പെടാമെന്ന് വഞ്ചക. നിനക്കുള്ള ശിക്ഷ മരണമാണ്. മരണം. വേണ്ട തമ്പ്ര, അവനെ കൊല്ലണ്ട. ശങ്കരനുണ്ണിക്കെന്തേ ഇവനോട് ഇത്ര സഹതാപം? കാര്യസ്ഥന്റെ ജോലി ചെയ്താൽ മതി. നിന്റെ യജമാനന് കാഴ്ചവെക്കാൻ ഈ ശിരസ് ഞാൻ എടുക്കുകയാണ്. ഇവന്റെ വിധവയെ അന്തപുരത്തിലോട്ട് അയക്കുക. ശങ്കരനുണ്ണിക്കും പോകാം. പുത്തൻ വേളി കാത്തിരിക്കുന്നുണ്ടാവും. ഞാനും കാണുന്നുണ്ട്. കാര്യസ്ഥൻ ശങ്കരനുണ്ണിയുടെ വേളി വരലക്ഷ്മി പിള്ളയ്ക്കൊരു മോഹമായി വളർന്നു. അങ്ങനെയിരിക്കെ ഒരു ഉത്സവരാത്രി. ദീപം 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 ദീപം. ദീപാരാധനയ്ക്ക് ഞാൻ ദേവിയിൽ കണ്ട അതേ പ്രഭ ഈ വാതിൽപ്പടിയിൽ ഞാൻ വീണ്ടും കണ്ടു. എന്റെ വരലക്ഷ്മി. അങ്ങ് ഇവിടെ? തമ്പുരാൻ നിർദ്ദേശിച്ച ദൗത്യം നേരത്തെ കഴിഞ്ഞു. ലക്ഷ്മി എന്താ ഇവിടെ? തമ്പുരാനും തമ്പുരാട്ടിയും ക്ഷേത്രത്തിൽ പോയിരിക്കുകയാണ്. സന്ധ്യാദീപം തെളിയിക്കാനായി തമ്പുരാൻ എന്നോട് കൽപ്പിച്ചിരുന്നു. ഇതുപോലൊരു ധനുമാസത്തിലെ നിലാവുള്ള സന്ധ്യയിൽ ഈ മിഴികൾ ഞാൻ ആദ്യമായി കണ്ടു. അങ്ങയോടൊരു സന്തോഷവാർത്ത പങ്കുവയ്ക്കാനുണ്ട്. എന്താ ലക്ഷ്മി അത്? നമുക്കൊരു ഉണ്ണി പിറക്കാൻ പോകുന്നു. എന്റെ ശ്രീപത്മനാഭ, ഞാൻ ഇത്ര ഭാഗ്യവാനോ? അമ്മയാകാൻ പോകുന്ന നിന്റെ മുഖത്ത് ദേവീ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു. ഭഗവതിയുടെ മിഴികൾ പോലെ 1000 പൂർണ്ണചന്ദ്രന്മാരുടെ തിളക്കമുണ്ട് നിന്റെ മിഴികൾക്കിപ്പോൾ. അങ്ങ് ഒപ്പമുള്ളപ്പോൾ എനിക്കെപ്പോഴും പൗർണമിയാണ്. ഇനി എത്ര ജന്മമുണ്ടെങ്കിലും എനിക്ക് അങ്ങയുടെ വരലക്ഷ്മിയായി ജനിച്ചാൽ മതി. ഒരു ജന്മത്തിലും നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അയ്യോ, ആരോ വരുന്നു. ഞാനൊന്ന് നോക്കട്ടെ. നോം കൽപ്പിച്ചതുപോലെ സന്ധ്യാദീപം തെളിച്ചു അല്ലേ? ഉവ്വ് തമ്പ്ര. നന്ദനം വിടർത്തുന്നു നിൻമൃദു സ്പർശനോ. ഇനി ആട്ടം അന്തപുരത്തിലാകാം. വേണ്ട തമ്പ്ര, വേണ്ട, ഒന്നും ചെയ്യരുത് തമ്പ്ര, വേണ്ട. വരാനല്ലേ പറഞ്ഞത്? അയ്യോ തമ്പ്ര, അരുത് തമ്പ്ര.
അരുത് അരുത്, എന്നെ ഉപദ്രവിക്കരുത് തമ്പ്ര. എന്റെ കുഞ്ഞിനെ ഓർത്തെങ്കിലും എന്നെ ഉപദ്രവിക്കരുത് തമ്പ്ര. അരുത് തമ്പ്ര, അരുത്. തമ്പ്ര, അരുത് തമ്പ്ര, അരുത്. ലക്ഷ്മിയെ ഉപദ്രവിക്കരുത്. അവൾ അമ്മയാകാൻ പോവുകയാണ്. ലക്ഷ്മി ഉപദ്രവിക്കും തമ്പ്ര. അരുത് തമ്പ്ര, അരുത്. മാറി നിൽക്കടാ നായേ. രാമരമണൻ പുള്ളിയോട് എതിർക്കുന്നു, അതിന് നീ ആയിട്ടില്ല. തമ്പ്ര, കൊല്ലരുത് തമ്പ്ര. മാറി നിൽക്ക്. അസത്ത് എന്റെ ഒരു രാത്രി നശിപ്പിച്ചു. എന്റെ കുഞ്ഞ്. വരലക്ഷ്മി, നീ ഇല്ലടാ, ഇല്ല, വരലക്ഷ്മി മരിച്ചിട്ടില്ല. ആദ്യം നിന്റെ അന്ത്യം. നിന്നെയും നിന്റെ കുടുംബത്തിലെ സകല പുരുഷ ജന്മങ്ങളുടെയും അന്ത്യം കണ്ടേ ഈ വരലക്ഷ്മി അടങ്ങൂ. ഇത് എന്റെയും എന്റെ കുഞ്ഞിന്റെയും പ്രതികാരം. നാനൂറ് വർഷങ്ങൾ പിന്നിട്ടു. വരലക്ഷ്മി എന്ന ഉഗ്രശക്തിയെ ആർക്കും തളയ്ക്കാനായില്ല. രാമനമടം തറവാട്ടിൽ അവശേഷിക്കുന്നത് 2 ആൺതരികൾ മാത്രം. വരലക്ഷ്മിയെ ഭയന്ന് അവർ വിദേശത്ത് സ്ഥിരതാമസമാക്കിയിരിക്കുകയാണ്. Hey, my man, Siru, I gotta leave, okay? I will see you tomorrow. Yeah? Alright, bye. സിദ്ധു രാത്രിക്കടുത്ത് വിളിക്കുന്നത് പാണ്ടാലോ. ഇവന്ന് വേറെ പണിയില്ലേ മനുഷ്യന് മേനക്കെടുത്ത്. ഋഷി ഡാ, എന്റെ ജ്യേഷ്ഠനാണ് ഇവൻ. ഫോർക്ക് ഡാ Buddy, it's already late, okay? I got to go. Good night. Good night, okay? I need one more. Fix me one more, okay? I'm sorry, we're closed. You got to leave. Okay. Okay, enough. Yes. I say I need one more, okay? Sidhu, behave yourself. I'm really sorry about this, okay? He's my brother. Just take him out of here.
സിദ്ധു മോനെ വാട്ട് ഈസ് ദിസ്? എന്താ ഇത്? ജസ്റ്റ് ലീവ് മീ അലോൺ ഋഷി, ജസ്റ്റ് ലീവ് മീ അലോൺ. യാ സിദ്ധു വാ വാ, നമുക്ക് വീട്ടിൽ പോവാം. ഏത് വീട് ഋഷി? രാമനാമടം സിദ്ധാർത്ഥിന് വീടില്ല. ഓ, ഈ ചിക്കാഗോയിലെ റെന്റൽ അപ്പാർട്ട്മെന്റോ? ഉണ്ടായിരുന്നു ഒരു തറവാട്. ഇല്ലാത്ത ഒരു യക്ഷിയുടെ പേരും പറഞ്ഞു നാട് കടത്തിയില്ല നമ്മളെ. നശിച്ച ഒരു യക്ഷി. എടാ ഋഷി, നമുക്കത് വിറ്റ ഒരു 10 മില്യൺ കിട്ടുമായിരിക്കും അല്ലേ? നമുക്ക് ആ തറവാടങ്ങ് വിറ്റാലോ? Sidhu. They found us. Yo, trying to hide from me? Where's my money? Hey, what's the problem here? Get the hell out of here, you son of a... Who the are you? Oh yeah, guys want to play this game now? How about a hole in your head? No, don't hurt him. Don't hurt him, he's my brother. Don't do it. Don't do it. All I need is my money. Okay, please don't hurt him. I'll make things right. Trust me. I have a way. I'll make things right. Just trust me, please. Just give me one big time. You have my word. All right. Here's the deal. I'll give you a week. Come back with my money, or I'm going to find both of you, and you guys are going to be dead. ഹലോ സിദ്ധു. ഫൈനലി സിദ്ധു, നീ എവിടെയായിരുന്നു ഇത്ര നേരം? എത്ര നേരം വിളിക്കാൻ തുടങ്ങിയിട്ട്? Where were you? എടാ ഋഷി, ഞാൻ നാട്ടിലാടാ ഋഷി. നമ്മുടെ തറവാട് വാങ്ങാൻ 2 ബയേഴ്സിനെ കിട്ടി. ഫൈനലി വി ഗോണ സെൽ ഇറ്റ് മാൻ. തറവാട്ടിലോ? സിദ്ധു മോനെ വേണ്ട, അത് അപകടമാണ്. നീ അങ്ങോട്ട് പോകരുത്. യു ഹാവ് ടു ലീവ് ദാറ്റ് പ്ലേസ് ലൈക്ക് റൈറ്റ് നൗ, ഓക്കേ? ദാറ്റ് പ്ലേസ് ഈസ് ഡേഞ്ചറസ്. സിദ്ധു, എനിക്കിത് വിറ്റേ മതിയാകൂ ഋഷി, ഇല്ലെങ്കിൽ അറിയാലോ, that black guy will kill all of us. Sidhu, you have to leave. Sidhu, hello, Sidhu, hello. Guys, welcome to the great, historical, priceless, one and only Ramanamadam Manai. Madam, welcome to this building. It's very interesting. I like all the details. മാഡം, ഇത് നല്ല പഴക്കമുള്ള മനയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെയ്യാം. ഇപ്പോൾ വല്ല ഹെറിറ്റേജ് റിസോർട്ടാ, ഹോട്ടലാ? A heritage resort. That's an idea. Feel it. Isn't it amazing? മാഡം, മണത്ത് നോക്ക്, നല്ല സ്മെല്ലാണ് കേട്ടോ. Wow, what's that over there? That looks very interesting. Very elegant. This alone is worth $1 million. Just let me know what you guys think and how do you feel. We can go from there. I like the location of this property. It's very close to all the main road, amenities. Hey, look at that pillar. പ്രേതമൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അതൊക്കെ വെറുതെ ഓരോരുത്തർ ഇങ്ങനെ വെറുതെ പറഞ്ഞുണ്ടാക്കണതാ. ഇവിടെ മരത്തെ യാതൊരു പ്രശ്നമില്ല. അല്ല, നീ ഉണ്ടാവോ? ഇല്ല. പ്രേതം? Oh, don't be silly. I don't believe in those. Cool. Perfect. So, guys, why don't we go inside and see now? Yeah, sure. Let's go. Where's the key? കേശം പറഞ്ഞാണല്ലോ ഇവിടെ വയ്ക്കാന്ന്. ഈ താക്കോലായിരിക്കും അന്വേഷിക്കുന്നത് അല്ലേ? യെസ്, അതെ. അച്ഛൻ എന്നെ ഏൽപ്പിച്ചിരുന്നു.
കൃത്യമായിട്ട് കാണുന്നില്ല. എന്തുകൊണ്ട് ഉള്ളിൽ നടക്കണേ? നമുക്കൊന്ന് എത്തിച്ചു നോക്കാൻ വല്ല വഴി ഉണ്ടാവോ? എന്റെ മേഡം വാ, ഓടിക്കോ. ഋഷി, നമ്മുടെ സിദ്ധു, അവനെ അവള് കൊണ്ടുപോയടാ. മുത്തശ്ശി, ഞാൻ തടയാൻ ശ്രമിച്ചു, പക്ഷേ അവൻ അനുസരിച്ചില്ല. അവൾ വരലക്ഷ്മി, അവൾ ഞാനിന്ന് തളച്ചിരിക്കും. വേണ്ട മോനെ, സാഹസമൊന്നും കാട്ടരുത്. നിന്നെ കൂടെ നഷ്ടപ്പെടാൻ എനിക്ക് വയ്യ. മോളെ ഹിന്ദു, നീയെങ്കിലും ഒന്ന് പറ. ഋഷി വേണ്ട, ഋഷി വേണ്ട, എനിക്കാകെ പേടിയാകുന്നു. ഇല്ല ഹിന്ദു, ആരെതിർത്താലും ഞാനിതിൽ നിന്ന് പിന്മാറില്ല. ഋഷി വേണ്ട മോനെ, പോകരുത്. ദേവദത്ത നമ്പൂതിരി ഉടനെ എത്തും. അദ്ദേഹം വരുന്നത് വരെയെങ്കിലും നീ ഒന്ന് ക്ഷമിക്ക്. ഇല്ല മുത്തശ്ശി, ഈ മന്ത്രത്തകടുണ്ടെങ്കിൽ എനിക്കാരുടെയും സഹായം വേണ്ട. വരലക്ഷ്മി, ഇതാ രാമനാമടം ഋഷികേശ്. എവിടെ നീ? ധൈര്യമുണ്ടെങ്കിൽ വാ. ഓം ഹ്രീം സമൻ ശക്തി ഭഗവതി കർണപിശാചിനി ചന്ദ്രരൂപാണി വട് വട് സ്വാഹ. ദേവദത്ത നമ്പൂതിരി, അങ്ങ് ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു. ഞാൻ കൽപ്പിച്ചിരുന്നതല്ലേ എന്റെ സാന്നിധ്യമില്ലാതെ തറവാട്ടിൽ കാലുകുത്തരുതെന്ന്? ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ? തിരുമേനി, എൻ്റെ കുഞ്ഞിനെ ഈ തറവാട്ട് മുറ്റത്ത് വെച്ച അവൾ എനിക്കിനി ഇവൻ മാത്രമേ ഉള്ളൂ. രക്ഷിക്കണം തിരുമേനി. നീ രാമനാമഠത്തിൽ അവശേഷിക്കുന്ന ആൺതരി വരലക്ഷ്മി എന്ന ഉഗ്രശക്തിയെ എങ്ങനെ അതിജീവിച്ചു? എല്ലാം മുതുമുത്തച്ഛന്മാർ അനുഗ്രഹിച്ചു നൽകിയ ഈ മന്ത്രത്തകിടിന്റെ സംരക്ഷണം. 1000 ദിനരാത്രങ്ങൾ ശ്രീപത്മനാഭന്റെ കാൽച്ചുവട്ടിൽ പൂജിച്ചെടുത്ത ഇന്ദ്രനീലം. ഇതുണ്ടെങ്കിൽ ഒരു ദുഷ്ടശക്തിക്കും എന്നെ സ്പർശിക്കാനാവില്ല. എന്റെ സിദ്ധു, അവനിതിലൊന്നും വിശ്വാസമില്ലായിരുന്നു. രാമനാമഠത്തിലെ ഇന്ദ്രനീലം, അതുകൊണ്ട് അവളെ തടയാനാകും, പക്ഷേ തളയ്ക്കാനാകില്ല. മോനെ, ത്രികാലജ്ഞാനിയാണ് അദ്ദേഹം. തിരുമേനിക്ക് മാത്രമേ അവളെ ബന്ധിക്കാനാവൂ. രണ്ടുപേരും കാൽക്കൽ വീണ് അനുഗ്രഹം വാങ്ങും. ഇന്ദു, ഇന്ദു, യു ഓക്കേ? കൊല്ലൂടാ നിന്നെ.
ഇന്ദു എന്താ ചെയ്യേ? വിട്, വിടാൻ. അയ്യോ മോനെ. ക്ഷുദ്രഗണ പരിവർഷതേ സോഹ. ഇന്ദു, 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 എന്തു പറ്റി എന്റെ ഇന്ദുവിന്? ഇന്ദുവിനൊന്നും സംഭവിക്കില്ല, പക്ഷേ നിന്റെ ജീവൻ അപകടത്തിലാണ്. ഇല്ല തിരുമേനി, എനിക്കൊന്നും സംഭവിക്കില്ല. ഇല്ല, നിനക്കേ സംഭവിക്കൂ. നിന്റെ മരണം അതൊഴിവാക്കാനാകില്ല. ഈ ഇന്ദ്രനീലമുള്ളപ്പോഴോ? അതെ, കാരണം നീ രാമനാമടം പിള്ളയുടെ പുനർജന്മമാണ്. വരലക്ഷ്മിയെ കൊന്ന രാമനമടം പിള്ളയുടെ പുനർജന്മം. നീയാണ് അവളെ കൊന്നത്. ഞാനോ? പുനർജന്മമോ? നീ എന്ന രാമനമടം പിള്ളയുടെ അന്ത്യം കണ്ടേ അവൾ അടങ്ങൂ. രാമനാമടം പിള്ളയുടെ പാവങ്ങളുടെ ഫലം ഞങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു തിരുമേനി. ഇനി ഇത് തുടരാൻ ഞാൻ അനുവദിക്കില്ല. അങ്ങൊപ്പമുണ്ടെങ്കിൽ നമുക്കവളെ ഉന്മൂലനം ചെയ്യാം. അവളെ ബന്ധിക്കാൻ ഒരു വഴിയുണ്ട്. വരുന്ന പൗർണമിയിൽ അവളുടെ ശക്തി ഏറ്റവും ക്ഷയിച്ച അവസ്ഥയിലാകും. തറവാട്ടിൽ ദേവീ ചൈതന്യം ഉച്ചസ്ഥായിലാകുന്ന യാമോ. ഈ സമയത്ത് അവളെ ഉഗ്രരൂപത്തിൽ പ്രത്യക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ എനിക്കവളെ ബന്ധിക്കാൻ സാധിക്കും. നീ ഉണ്ടെങ്കിൽ അവൾ പ്രത്യക്ഷപ്പെട്ടിരിക്കും. ഞാനുണ്ട് തിരുമേനി, അങ്ങയോടൊപ്പം ഞാനുണ്ട്. ഉടൻ ഹോമത്തിന് തയ്യാറെടുക്കൂ. പൗർണമിക്ക് ഇനി 14 വിനാഴിക കൂടി. വരലക്ഷ്മിക്കും അവളുടെ ഭർത്താവ് ശങ്കരനുണ്ണിക്കും ഗർഭത്തിൽ മരണമടഞ്ഞ ശിശുവിനും ബലിപീഠങ്ങൾ തയ്യാറാക്കുക. ഓം ജഗന്നാമാത്രേ നമഃ. ഓം ഹ്രീം നീലി ഭാവമൂർത്തി ഭാവമൂർത്തി ഉഗ്രമൂർത്തി ഉഗ്രമൂർത്തി. ഓം ഹ്രീം സ്പൃസ്പൃ പ്രസ്പൃ ഘോര ഘോര തലരൂ പചട 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 പചട. ഓം ഹ്രീം സ്പൃസ്പൃ പ്രസ്പൃ ഘോര ഘോര തലരൂ പചട 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 പചട. ഇതാ ഈ തകിട് തറവാടിന്റെ കിഴക്കേ മൂലയിൽ കുഴിച്ചിടുക. ഓ തിരുമേനി. ഓം ഹ്രീം നീലി ഭാവമൂർത്തി ഭാവമൂർത്തി ഉഗ്രമൂർത്തി. അയ്യോ മുത്തശ്ശി. ആരും ഭയപ്പെടണ്ട, ഒരാപത്തും സംഭവിക്കില്ല. ഇതെല്ലാം അവളുടെ വെറും മായയാണ്. ഭീകരരൂപിണിയായി അവൾ ഉടൻ പ്രത്യക്ഷപ്പെടും. നിങ്ങൾ ഞാൻ ഉരുവിട്ട് തന്ന മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുക. ഇന്ദു, ഇന്ദു, ഇന്ദു. തിരുമേനി, ഇന്ദു, ഇന്ദു, ഇന്ദു. ഓം ഹ്രീം സമൻശക്തി ഭഗവതി കർണപിശാചിനി ചന്ദ്രരൂപാണി വട് വട് സ്വാഹ. തിരുമേനി. രാമനമടം പിള്ളയുടെ പുനർജന്മമായ ഇവന്റെ ജീവൻ നിനക്കുള്ളതാണ്.
ഞാൻ ആരാണെന്ന് നിനക്കറിയണ്ടേ? അതെടാ, ഞാൻ ആ ശങ്കരനുണ്ണി. വരലക്ഷ്മിയുടെ ഭർത്താവ് ശങ്കരനുണ്ണിയുടെ പുനർജന്മമാടാ ഞാൻ. രാമനമടം പിള്ളയുടെ പുനർജന്മമായി നീ ജനിച്ചപ്പോൾ ശങ്കരനുണ്ണിയുടെ പുനർജന്മമായി ഞാനും ജനിച്ചു. നിന്നെയും നിന്റെ അനുജനെയും ഇവിടെ എത്തിച്ചത് എന്റെ മന്ത്രക്കിണിയായിരുന്നു. എന്റെ വരലക്ഷ്മിയുടെയും പിറക്കാതെ പോയി ഞങ്ങളുടെ കുഞ്ഞിന്റെയും പ്രതികാരത്തിനായി ഞാൻ ഒരുക്കിയ മന്ത്രക്കിണിയാണത്. ഇതെന്റെ പ്രതികാരമാണ്. ഇത് ശങ്കരനുണ്ണിയുടെ പ്രതികാരമാണ്. ശങ്കരനുണ്ണിയുടെ പ്രതികാരം.